ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 27 നക്ഷത്രക്കാരും ഈ പറയുന്ന ഒരു രഹസ്യ അത്ഭുത ഒരു വരി മന്ത്രമുണ്ട്. താളിയോല രഹസ്യ മന്ത്രമാണ്. ഈ ഒരു വരി ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് എഴുതി വെച്ച് അവിടെ പണം സൂക്ഷിക്കുക. അത് ലക്ഷങ്ങളായും വലിയ സമ്പത്ത്, ലക്ഷങ്ങളും കോടികളും ഒക്കെ ആയിട്ട് വരുവാൻ ഉപകരിക്കും. നിങ്ങൾ ചെയ്തു നോക്കുക. ജീവിതത്തിലെ സമ്പത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ്, എന്താണ് എഴുതി വെച്ച് അവിടെ പണം സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ 27 നക്ഷത്രക്കാർക്ക് ഇത് ചെയ്യാം. ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഞാൻ കുറേ നക്ഷത്രക്കാരുടെ DNA അസ്ട്രോളജി, തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് രക്ഷപ്പെടാനുള്ള ചില വഴികൾ, ചില രഹസ്യങ്ങൾ ഈ വീഡിയോയിൽ ഉടനീളം പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യരുത്, മുഴുവൻ കാണണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഈ ആദ്യം പറയാൻ പോകുന്ന കാര്യം, ആദ്യം പറയുന്ന വിദ്യ 27 നക്ഷത്രക്കാർക്കും ചെയ്യാം. പിന്നെ വീഡിയോയിലേക്ക് വരുമ്പം പല പല നക്ഷത്രക്കാരുടെ രഹസ്യങ്ങൾ തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആദ്യം ഞാനീ കാണിക്കുന്ന ഒരു വിദ്യ 27 നക്ഷത്രക്കാർക്കും ചെയ്യാം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ഒരു വീട് വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോൺ ഉണ്ട്, അടയ്ക്കണം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വലിയൊരു തുക വേണം, അതിനുവേണ്ടി ഈ ഒരു വിദ്യ ചെയ്യാം. വിശ്വാസത്തോടെ ചെയ്താൽ ഏത് വിധേനയും ഈശ്വരൻ നമുക്ക് സമ്പത്ത് തരും, നല്ല രീതിയിൽ. അപ്പം ഞാനത് പറഞ്ഞുതരാം. ആ രഹസ്യ മന്ത്രവും എല്ലാം കാണിച്ചു തരാം. അത് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് ആ പ്രത്യേക സ്ഥലത്ത് പണം വെക്കണം. പണം വെക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് പൈസ ഒന്നും വെക്കണ്ട. നമ്മുടെ ഈ ഉള്ള പോലെ വെച്ചാൽ മതി. പക്ഷെ മറ്റു വഴികളിലൂടെ ആ പണം വെച്ച് ആ പണം വെക്കുന്ന പണം 10 രൂപയോ 5 രൂപയോ അല്ലെ 100 രൂപയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചാൽ മതി. പക്ഷേ മറ്റു വഴികളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീട് വാങ്ങാൻ അതിനുള്ള ഒരു വഴി തുറന്നു കിട്ടുമെന്നുള്ളതാണ് ഈ വിദ്യയുടെ ഒരു രഹസ്യം. അപ്പം ഞാനതെല്ലാം കാണിച്ചു തരാം. സാമ്പത്തികം നല്ല രീതിയിൽ വരും. ധനപ്രാപ്തിക്കുള്ള ഒരു രഹസ്യ വിദ്യയാണ്. വിശ്വാസത്തോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് അത് വലിയ സാമ്പത്തിക അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു 15 രൂപയുടെ ഇത്രയൊരു കവർ കണ്ടല്ലോ, ഇത്രയൊരു കവർ 15 രൂപയുടെ. പിന്നെ ഈ നീല ഇതിൻ്റെ ഇങ്ങനെ വെച്ച ഒരു സ്കെച്ച് പേന ഇതുണ്ടോ, ഇത്രയൊരു സ്കെച്ച് പേന നീലയാണ്, ഇത്രയും മതി. അപ്പം ഞാനിത് കാണിച്ചത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രയോജനം ചെയ്യും. അത്ഭുതകരമായൊരു കാര്യമാണ്. എല്ലാവരും ലളിതമായ കാര്യം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അറിയാമല്ലോ, വീഡിയോക്കകത്ത് കാണുന്ന പോലുള്ള നല്ല കാര്യങ്ങൾ. അത് ചെയ്യുന്ന രീതി പറയും. അത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. പിന്നെ നമ്മുടെ പ്രയത്നവും കൂടെ വേണം. അതൊക്കെ പറഞ്ഞിട്ടേ വർക്ക് എടുക്കത്തുള്ളൂ. എന്നിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തപ്പോൾ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകൾ, ഈ ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ദൈവാധീനമുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് അനുഭവമുണ്ട്. ഏത് ആപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇന്ന് പോലെ ഇപ്പം ഒരാൾ എന്നെ കാണാൻ വന്നു, കോഴിക്കോട് നിന്ന്. അദ്ദേഹത്തിന് ഒരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ്. വലിയൊരാപത്തിൽ നിന്നാണ്, ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ല, വലിയൊരാപത്താണ്. ഇപ്പം ഇപ്പോഴത്തെ സമയങ്ങളിൽ വാർത്തകളിലൊക്കെ ഒരു 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 ഈ ഒരു ഒരു കൂടുതലായിട്ട് നിറഞ്ഞു വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ വിചാരിക്കും അപ്പോൾ വലിയ ആപത്ത് എന്നാന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിനൊരു കാര്യം സംഭവിച്ചു, അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. ഞാൻ അതിനെക്കുറിച്ച് എന്താണെന്ന് പറയുന്നില്ല. എന്തായാലും നമ്മുടെ ആ വീഡിയോ കണ്ട ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവാധീനം ഉണ്ടായി എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വീഡിയോയിലേക്ക് വിശദമായിട്ട് വരാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. വീഡിയോയിലേക്ക് വിശദമായിട്ട് എല്ലാം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, ഇതുപോലുള്ളൊരു കവർ വാങ്ങുക. 15 രൂപയേ ഉള്ളൂ. കണ്ടല്ലോ, ഇതുപോലുള്ളൊരു കവർ. വലിയ കവറായിരിക്കണം. എന്ന് വെച്ചാൽ ഇത്രയും വലിപ്പം, അടുത്ത് കാണുമ്പോൾ ഒരുപാടായിട്ട് തോന്നും. ഇത്രയും വലിപ്പം, ചതുരമുള്ള ഒരു കവർ വാങ്ങുക. കവറിൻ്റെ
കവറിൻ്റെ ഈ കവറിൽ ഇങ്ങനെ എഴുതുക പുറത്തായിട്ട്. ഞാൻ എഴുതിയൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ധനപ്രാപ്തിക്ക് എന്ന് എഴുതി വരയിടുക. എന്നിട്ട് താഴെ ഈ മന്ത്രം എഴുതുക. ഓം ഹ്രീം ശ്രീം നമോ ഭഗവതേ ധനം ദേഹി ദേഹി ഓം. ഈ മന്ത്രം എഴുതുക. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ ഞാൻ എഴുതിയിടാം. അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. സ്കെച്ച് പേന കൊണ്ട് തന്നെ എഴുതണം. ഈ നീല ഇതുപോലെയുള്ള ഒരു സ്കെച്ച് പേന, ചെറിയ സ്കെച്ച് പേനയല്ല, ഇത്രയും ഒരു സ്കെച്ച് പേന. ഇത് 10 രൂപയേ ഉള്ളൂ, അറിയാമല്ലോ. ഇത് എഴുതിയിട്ട് അതിൻ്റെ താഴെ എഴുതണം നമുക്ക് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ. ഇപ്പം എനിക്കൊരു വീട് വെക്കാനാണെങ്കിൽ ആ ആവശ്യം എഴുതണം. വീട് വെക്കാൻ വേണ്ടി എനിക്കൊരു 40 ലക്ഷം രൂപ ആണോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ എഴുതണം അതിൻ്റെ താഴെ. വീട് വെക്കാൻ 40 അല്ലെ 50 ലക്ഷം അല്ലെ 40 ലക്ഷം, ഞാനിവിടെ 50 ലക്ഷം എന്ന് പറയാം. 50 ലക്ഷം രൂപ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് വീട് വെക്കാൻ വേണ്ടി 50 ലക്ഷം രൂപ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എഴുതാം, അല്ലെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് എഴുതുക. ടീച്ചറിന് നന്ദി എന്ന് എഴുതുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതല്ല ലോൺ അടയ്ക്കാനാണെങ്കിൽ നിങ്ങൾക്കൊരു 10-30 ലക്ഷം രൂപ വേണം. അപ്പോൾ ലോൺ അടയ്ക്കാനുള്ള 30 ലക്ഷം രൂപ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏത് ആവശ്യം അതുപോലെ എഴുതി വെക്കാം. ആവശ്യം കൂടെ എഴുതി വെക്കണം. എന്നിട്ട് ഈശ്വരന് നന്ദി എന്ന് എഴുതി വെക്കുക. ഇത്ര എഴുതുക. കണ്ടല്ലോ, സംശയമില്ലാതെ വിചാരിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉള്ള പോലെ മതി. ഇത് 10 രൂപയാണ് നിങ്ങളെ കാണിക്കുന്നത്, സംശയമില്ലാതെ ചെയ്യണം. 10 രൂപയെങ്കിൽ 10 രൂപ ഇതിൻ്റെ അകത്ത് ഇടുക. കണ്ടല്ലോ. ഇനി അതല്ല നിങ്ങളുടെ ഈ 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 100 രൂപ ഇടുക. ഉള്ള പോലെ മതി, വലിയ തുകയൊന്നും ഇടണമെന്നില്ല. കണ്ടല്ലോ, 100 രൂപ അല്ലെ 20 രൂപ കയ്യിലെങ്കിൽ 20 രൂപ ഇടുക. ഇത് പലപ്പോഴായിട്ട് ഇടുക, ഒന്നിച്ചിടാനല്ല. നിങ്ങളുടെ ഉള്ള പോലെ പലപ്പോഴായിട്ട് എപ്പം വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഇടുക. ഇത് അങ്ങനെ എന്നിട്ട് ഇത് നിങ്ങൾ കാണുന്ന എവിടെയെങ്കിലും വയ്ക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുന്ന എവിടെയെങ്കിലും വീട്ടിൽ വെക്കുക. അല്ലെങ്കിൽ ഒരു ട്രോയ്ക്കകത്ത് വെച്ച് പൂട്ടാം, അതിൻ്റെ അകത്തൊന്നും കുഴപ്പമില്ല. അത് ചാരും എടുത്തുകൊണ്ട് പോകരുത്. പിന്നെ 5 രൂപ ആയിക്കോട്ടെ 10 രൂപ ആയിക്കോട്ടെ, നിങ്ങളുടെ ഉള്ള പോലെ എപ്പം വേണേലും ഇടാം, പലപ്പോഴായിട്ട് ഇടുക. അപ്പോൾ ഇതിൽ പൈസ ഇടുമ്പോൾ ഈ പൈസ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് പണം വരുന്നത് ഈശ്വരൻ തരുന്നത് മറ്റു സത്യസന്ധമായ അല്ല, നമുക്ക് മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ ഒരു അവസരം, പണത്തിനുള്ള അവസരം ഭഗവാൻ ഈശ്വരൻ തരുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിൽ ചെറിയ 5 രൂപ ആയിക്കോട്ടെ 10 രൂപ ആയിക്കോട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇടുക. അപ്പം ഇടുമ്പോൾ ഇങ്ങനെ ഈ മന്ത്രം ഒന്ന് ചെല്ലുന്നത് നല്ലതാണ്. ഈ മന്ത്രം മനസ്സുകൊണ്ടൊന്ന് ചൊല്ലി ഈ കാര്യം മനസ്സിലൊന്ന് പറഞ്ഞ് ഈശ്വരന് നന്ദിയും പറഞ്ഞിട്ട് പണം വെച്ചാൽ നല്ലതാണ്. 5 രൂപയെങ്കിൽ 5 രൂപ, 1 രൂപ കോയിനെങ്കിൽ 1 രൂപ കോയിന്, 10 രൂപയെങ്കിൽ 10 രൂപ. നിങ്ങളെ ഉള്ള പോലെ ഇടയ്ക്കിടയ്ക്ക് ദിവസത്തിലൊന്നോ ഇടയ്ക്കിടയ്ക്ക് ഉള്ള പോലെ ദിവസവും വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഉള്ള പോലെ എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വെക്കുക. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് പണം എടുക്കുക, അതിൻ്റെ അകത്തൊന്നും തെറ്റില്ല. ഇതിൻ്റെ അകത്ത് വെക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ ഏതെങ്കിലും ട്രോയ് വെച്ച് പൂട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും വെക്കുക. മറ്റുള്ളവരെടുത്ത് തുറന്നു നോക്കുകയൊന്നും ചെയ്യരുത്. ട്രോയ്ക്കകത്ത് വെച്ച് പൂട്ടുക. അങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവർ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക, ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയോ ചെയ്യാൻ പാടില്ല. ഇത് നമുക്ക് മാത്രം അറിയാവുന്ന, അല്ലെ വീട്ടിൽ നമ്മുടെ അത്ര പ്രിയപ്പെട്ടവരാണ് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. അധികം പറഞ്ഞാൽ ഇതിൻ്റെ ശക്തി പോകും. ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കങ്ങനെ ഇത് ട്രോയ്ക്കകത്ത് വെച്ച് പൂട്ടി ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് പല വഴി പണം വരും. നിങ്ങളുടെ ആഗ്രഹം ഏതാണോ, ഇന്ന് ചെയ്താൽ നാളെ പണം വരുമെന്നല്ല. നിങ്ങളുടെ മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ഈ ഒരു കാര്യമായിട്ട് നിങ്ങളുടെ മൈൻഡിനൊരു കണക്ഷൻ വരുമ്പോൾ തൊട്ട് നിങ്ങളുടെ ഈ സാമ്പത്തികം വരാൻ തുടങ്ങും. പ്രപഞ്ചബോധവുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളിത് വിശ്വസിച്ച് ശരിയായിട്ട് ചെയ്താൽ വലിയ ഒരു പ്രയോജനം കിട്ടത്തില്ല. നിങ്ങളൊരു മനഃശുദ്ധിയോടെ ഈശ്വര എന്നുള്ള ചിന്തയോട് കൂടി ഇത് ചെയ്താൽ നിങ്ങളെ ആ സബ് കോൺഷ്യസ് മൈൻഡ് ഈ മന്ത്രവുമായി, ഏത് മന്ത്രമാണേലും അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്ട് ആകുമ്പോൾ തൊട്ടേ മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് സംശയത്തോടെ ചെയ്താലോ ഇതെങ്ങനെ വരാനാണെന്ന് ചിന്തിച്ചാലോ ഒരു ഫലം കിട്ടത്തില്ല. നിങ്ങൾ ആ ഈശ്വരൻ എന്നുള്ള ശക്തിയിൽ, ഈശ്വരന് മുന്നിൽ ഇന്ന വഴിയെന്നില്ല. അവിടെ നമ്മൾ എനിക്ക് എങ്ങനെ പണം വരാനെന്നൊരു ചോദ്യമില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്തും സാധിക്കും. ആ ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് ഏതെങ്കിലും വിധേന പൈസ വരും. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഒരു ലോട്ടറി അടിച്ചാൽ പോലെ, എന്നുവെച്ചാൽ ലോട്ടറി അടിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പുതിയ ഒരു തൊഴിൽ തുടങ്ങാൻ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ നമുക്കൊരു അവസരം കിട്ടിയാൽ പോലെ. അല്ല, നമുക്ക് ഏതെങ്കിലും അങ്ങനെ നമുക്കൊരു ധനം വരാനുള്ള ഒരു വഴി ഈശ്വരൻ തരുമെന്നുള്ളതാണ്. പക്ഷെ ഇത് ചെറിയ തുകകൾ ഇങ്ങനെ വെച്ചാൽ മതി.
ദിവസവും വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏത് നേരം വേണേലും വെക്കാം. ഇത് മന്ത്രം ഒന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ്, ഈ ആവശ്യം മനസ്സുകൊണ്ട് പറഞ്ഞ് ഈശ്വരന് നന്ദിയും പറഞ്ഞിട്ട് പണം വെച്ചാൽ നല്ലതാണ്. മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി. നിത്യേന ഇങ്ങനെ ചെയ്യുക. 5 രൂപ ആയിക്കോട്ടെ, 2 രൂപ ആയിക്കോട്ടെ, 10 രൂപ ആയിക്കോട്ടെ, 1 രൂപ ആയിക്കോട്ടെ, നിങ്ങളുടെ ഉള്ള പോലെ. ഇത് കഴിവതും മറ്റുള്ളവർ ഇത് കാണുകയോ ഇതേക്കുറിച്ച് അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് നമ്മൾ ചെയ്യുന്ന നമ്മൾ മാത്രം അറിഞ്ഞാൽ നല്ലതാണ്. പിന്നിപ്പോൾ ഭാര്യ ചെയ്യുന്നു, ഭർത്താവ് ചോദിക്കുക എന്താണ്, വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഇനി പറഞ്ഞു കൊടുത്തില്ല അതിൽ തെറ്റില്ല. പിന്നെ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യരുത്. എന്നിട്ട് നമ്മളൊരു ട്രോയ് വെച്ച് ഇത് പൂട്ടണം. ഇത് ആരും വരെ എപ്പോഴും എടുത്ത് നോക്കുകയൊന്നും ചെയ്യരുത്. നമുക്ക് ദിവസം എടുത്ത് പൈസ വെക്കുക, ഇത് വെച്ച് പൂട്ടുക. എപ്പോഴും ഇത് കാണേണ്ട കാര്യമില്ല. ഇത് അവിടെ ഇരുന്നോട്ടെ. അതാണ് ഏറ്റവും സേഫ്. പിന്നെ ഇത് നിങ്ങൾക്ക് സൗകര്യമായ രീതിയിൽ, ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇത് നല്ലൊരു കാര്യമാണ്. ശരിക്കും സാമ്പത്തികം, ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട്. ചില മന്ത്രങ്ങൾക്ക് ചില പ്രത്യേക ശക്തിയുണ്ട്. ഓം ഹ്രീം ശ്രീം. ഹ്രീം കഴിഞ്ഞാൽ ശ്രീം വരുന്നത്. ഹ്രീം ശക്തി ബീജമാണ്, ഭുവനേശ്വരി ബീജമാണ്. ഹ്രീം കഴിഞ്ഞ മഹാലക്ഷ്മിയുടെ ബീജം ശ്രീം വരുന്നു. നമോ ഭഗവതേ. ധനം ദേഹി ദേഹി ഓം. ഓം എന്ന ആ പരബ്രഹ്മത്തിലാണ് അവസാനിക്കുന്നത്. 2 പ്രാവശ്യത്തിനകത്ത് ഓം വരുന്നുണ്ട്, ആദ്യവും അവസാനവും. ഒരു ആദ്യം അവസാനം ഓം വരുന്നതിന് പ്രത്യേക ശക്തിയുണ്ട്. ആ പരബ്രഹ്മം, ആ പ്രപഞ്ചബോധം നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരുമോ എന്നുള്ളതാണ്. നമ്മുടെ ന്യായമായിട്ടുള്ള ആവശ്യം എന്താണെന്ന് എഴുതണം കേട്ടോ. ന്യായമായിട്ടുള്ള ആവശ്യമായിരിക്കണം, സത്യസന്ധമായ ആവശ്യമായിരിക്കണം. ഒരു സ്ഥലം വാങ്ങാൻ, അല്ലെങ്കിൽ വീട് വെക്കാൻ, അല്ലെങ്കിൽ ഒരു ലോൺ അടയ്ക്കാൻ, എന്നുള്ള ന്യായമായിട്ട്, അല്ലെങ്കിൽ വിദേശത്ത് അല്ലെ കുട്ടിക്ക് ഫീസ് കൊടുക്കാൻ ന്യായമായിട്ടൊരു ആവശ്യമായിരിക്കണം. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ചെയ്യുക, വിശ്വാസത്തോടെ ചെയ്യുക, അതിൻ്റെ ഫലം കിട്ടും. ശരിയായിട്ട് ചെയ്തിട്ട് അതിന് ഫലവും കിട്ടത്തില്ല, അതോടെ മനസ്സിലായിട്ടു. നമ്മൾ ചെയ്യേണ്ട രീതി ചെയ്ത് ഏതിനും ഫലമുണ്ടാകും. നമ്മളിപ്പം ഒരു വാഴ വെക്കുന്നു. ആ വാഴയുടെ ഏറ്റവും നല്ല വളം കൊണ്ട് ചോട്ടിയിട്ടാൽ എന്ത് ചെയ്യും? അത് അളിഞ്ഞു പോകും. അതിന് ചുറ്റും വൃത്താകൃതിയിൽ ഇടുമ്പോഴേ അത് പിടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ശരിയായിട്ട് ചെയ്താൽ അതിൽ നിന്ന് റിസൾട്ട് കിട്ടും, നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകാൻ ഉപകരിക്കും. ഞാൻ ചില നക്ഷത്രങ്ങളുടെ രഹസ്യം ആണ് ഇനി പറയാൻ പോകുക. അതായത് ആയില്യം, അശ്വതി, അനിഴം, പൂരുരുട്ടാതി, ഈ 4 നക്ഷത്രങ്ങളും സൂര്യകർമ്മ വ്യാഴകർമ്മയും വരുന്ന നക്ഷത്രങ്ങളാണ്. DNA അസ്ട്രോളജി അനുസരിച്ച്, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്. ഇവർക്ക് രക്ഷപ്പെടാനുള്ള എളുപ്പ വഴി പറഞ്ഞുതരാം. അതായത് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക സത്യസന്ധമായിട്ട്, പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക സത്യസന്ധമായിട്ട്, പൊതുജനങ്ങൾക്ക്, സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുത്താലും മതി. നിങ്ങളോട് ആരെങ്കിലും എന്നെങ്കിലും ചോദിക്കുന്നു, അപ്പം നിങ്ങൾ ഒരു നല്ല വഴി പറഞ്ഞു കൊടുക്കുക ഒരാൾക്ക്, നല്ല രീതിയിലുള്ള. പിന്നെ പൊതുപ്രവർത്തനങ്ങൾ നല്ലതാണ്, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നല്ലതാണ്. സത്യസന്ധമായിട്ട് ചെയ്താൽ ഈ 4 നക്ഷത്രക്കാർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. ആയില്യം, അശ്വതി, അനിഴം, പൂരുരുട്ടാതി, സൂര്യകർമ്മയും വ്യാഴകർമ്മയുമാണ്. ഈ സൂര്യകർമ്മ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനങ്ങളെ, സമൂഹത്തിന് നന്മ വരുന്ന കാര്യങ്ങളെ, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ ഈ ആളുകൾക്ക് പിന്നെ മനസ്സിന് ധൈര്യം കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുക. മനസ്സിലായില്ലേ? വിഷമിച്ചിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം പകർന്നു കൊടുക്കുക സംസാരത്തിലൂടെ. ഇതൊക്കെ ചെയ്താൽ ഈ 4 നക്ഷത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടും. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. ചിലപ്പോൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ അവസരം കിട്ടും. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു കൊടുക്കും. ഇത് കർമ്മരഹസ്യം, DNA അസ്ട്രോളജി, തമിഴ് സിദ്ധ രഹസ്യമാണ്. ഇനിയും പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഈ 4 നക്ഷത്രക്കാർ ഞായറാഴ്ച വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ ഇവരുടെ ജീവിതം മാറും. സമ്പത്തിലേക്ക് വരും, ഐശ്വര്യത്തിലേക്ക് വരും. ശിവപ്രീതികരങ്ങളായ കാര്യങ്ങൾ ഇവരുടെ ജീവിതം മാറ്റും. അതുപോലെ സൂര്യക്ഷേത്രത്തിൽ ഞായറാഴ്ച ദർശനം നടത്തുക, വലിയ മാറ്റം വരും. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വലിയ മാറ്റം വരും. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ട്, അതിന് കൊടുക്കുക, വലിയ മാറ്റം വരും. ഞായറാഴ്ചകളിൽ ശിവന് പിടിപ്പണമോ ചില്ലറയോ നമ്മുടെ ഉള്ള പോലെ നോട്ടോ സമർപ്പിക്കുക, മാറ്റം വരും. ഇതൊക്കെ ചില രഹസ്യങ്ങളാണ്. ഇനിയും അത്ഭുതകരമായൊരു കാര്യം പറഞ്ഞുതരാം. ഈ പുണർദം, ചോതി, അവിട്ടം, ഈ 3 നക്ഷത്രക്കാരും തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് ശനി കർമ്മയുള്ളവരാണ്. ശനി കർമ്മ. അപ്പം ഇവരിപ്പോൾ ഒരു ഓഫീസ് ഇട്ടെന്ന് വിചാരിച്ചു, ഒരു ബിസിനസ് സ്ഥാപനം. അപ്പം ഈ ബിസിനസ് സ്ഥാപനം ഇപ്പം ചെറുതായി, നമ്മൾ ഏത് സ്ഥാപനം ഇട്ടാലും നമ്മളൊന്നും നല്ല രീതിയിലൊക്കെ ഫർണിഷ് ചെയ്യുമല്ലോ, അതൊരു ആവശ്യമായ കാര്യം.
ചിലൻ എന്നെ അടുക്കും കച്ചവടം കൂടി കഴിയുമ്പോൾ വലിയ രീതിയിൽ വലിയ ആർഭാടമായിട്ട് ഒന്ന് ഫർണിഷ് ചെയ്യും. അതോടെ അവരുടെ കച്ചവടവും തീരും. ഈ 3 നാളുകാർക്ക് ചില ഒരു രഹസ്യമുണ്ട്. എന്താണെന്ന് പറയുക, ശനികർമ്മയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ കുറച്ചൊക്കെ ഇച്ചിരി ഒരു 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 അലമ്പായിട്ടൊക്കെ കിടക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഓഫീസ് ആവശ്യത്തിന് വൃത്തി വേണം, എങ്കിലും വലിയ ഒരു ആഡംബരത്തിലേക്ക് പോകരുത്. അവിടെ ഒരു 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 പ്രശ്നങ്ങളുണ്ടാകും. അതായത് ഈ പുണർന്നം നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ ഇതുപോലെ എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു കടയായിരുന്നു. ആ കട നല്ല രീതിയിൽ കച്ചവടമുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ ഫർണിഷൊക്കെ ചെയ്യും, അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം ഈ കച്ചവടം കൂടിയപ്പം വിചാരിച്ചു നല്ല ഒരുപാട് കാശ് മുടക്കി വലിയ രീതിയിൽ അങ്ങ് ഫർണിഷ് ചെയ്തു. അതോടെ കച്ചവടവും തീർന്നു, ഒരു വരുവായി, സാമ്പത്തികവും അധപ്പതനമായി. ഈ പുണർദം, ചോതി, അവിട്ടം ഈ നാളുകാർ നമ്മളൊരു ചെറിയ രീതിയിലുള്ള ഒരു ഈ ഫർണിഷ്മെന്റ്, ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ നല്ലതാണ്. വലിയ ആഡംബരത്തിലേക്ക് പോയാൽ ശനി കർമ്മ ഉള്ളത് കൊണ്ട് ഇവർക്ക് ചിലപ്പോൾ ഉള്ള ഉയർച്ചയും കൂടെ ചിലപ്പോൾ ഇല്ലാതാകും. അത് നിങ്ങൾ വേണമെങ്കിൽ അത് എവിടെയെങ്കിലും നിരീക്ഷിച്ച് നോക്കിക്കോ, നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം എന്ത് ചെയ്യണം? ആവശ്യത്തിന് വേണം, പരിഷ്കാരങ്ങളൊക്കെ വരുത്തണം, നല്ലതാണ്. ഇച്ചിരിയൊക്കെ ചിലപ്പോൾ ഒരു അലങ്കോലമൊക്കെ ആയിട്ട് കിടക്കും, അത് അവരുടെ രാശിയാണ്. വലിയ ഡെവലപ്മെന്റിലേക്ക് വലിയ പൈസ മുടക്കി വലിയ ആഡംബരത്തിലേക്ക് പോയാൽ ചിലപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ വരും. അത്യാവശ്യം ഫർണിഷ് ചെയ്യുന്നു, അത്യാവശ്യം വൃത്തി വേണം. ഇടയ്ക്കൊക്കെ ഇച്ചിരി ഒരു 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 ഈ ഡിസോർഡറായിട്ട് സാധനങ്ങളും അതും ഇതൊക്കെ അവിടെയൊക്കെ കിടക്കും. അതൊന്ന് വൃത്തിയാക്കി വെക്കുക. വലിയ നീറ്റായിട്ട് വലിയ ഫർണിഷ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ആഡംബരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് ഉള്ള ഭാഗ്യം കൂടി ഇല്ലാതാകും, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങൾ വരാമെന്നുള്ളതാണ്. ഇതൊരു രഹസ്യമാണ്, നിങ്ങൾ എവിടെയെങ്കിലും നിരീക്ഷിച്ച് നോക്കിയോ. പുണർദം, ചോദ്യമാവട്ടോ അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പമില്ല, ജീവിതത്തിൽ മുന്നോട്ട് പോകാം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഈ നാളുകാരെ കൂടുതൽ ഈ പൈസ ആഡംബരമായിട്ട് ചിലവാക്കുന്നവരെ നിങ്ങൾ നോക്കിയിട്ട് അവരുടെ ജീവിതം ഉടനെയല്ല, കുറച്ച് കഴിയുമ്പോൾ അവർ താഴെ അധപ്പതനത്തിലേക്ക് പോകുന്നുണ്ടോ നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. മനസ്സിലായോ? ഇങ്ങനെ കർമ്മരഹസ്യം മനസ്സിലാക്കിയാൽ ഒരു തകർച്ച ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരും പറയാത്തൊരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ലോകത്തെ ആരും പറഞ്ഞു തരത്തില്ല, പക്ഷെ ഞാനിത് ചെയ്ത് ഫലം കിട്ടിയ കാര്യമാണ് പറഞ്ഞു കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ഡിലേ ആകണം. ഇപ്പോൾ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസറാണ്, അയാൾക്കൊരു പ്രൊമോഷൻ വന്നു. അയാൾക്ക് ആ പ്രൊമോഷനല്ല, ഒരു ട്രാൻസ്ഫർ വന്നെന്ന് വിചാരിച്ചു. ആ ട്രാൻസ്ഫർ അയാൾക്ക് താല്പര്യമില്ല, ഒന്ന് ഡിലേ ആക്കണം. എന്ത് ചെയ്യണം? രഹസ്യമാണ് പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞ ആളുകൾക്ക് ഇത് പലർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇതുപോലുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നമ്മളൊരു വാച്ച്, കേടായ ഒരു വാച്ച്, ഓടാത്ത ഒരു വാച്ച്, എന്നുവെച്ചാൽ ഒരു പഴകിയ ഒരു വാച്ച്, ഓടാത്ത ഒരു വാച്ച്, ഈ കാര്യം ഡിലേ ആകണമെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പാൻറ്റിൻ്റെ ഇടത്തെ പോക്കറ്റ് ഇടുക, അതവിടെ കിടന്നോട്ട്. പിന്നെ രാവിലെ എടുത്ത് വെക്കാൻ വേണം, വൈകിട്ട് വേണേ ഇടാം, അങ്ങനെ ദിവസം ചെയ്യാം. പക്ഷെ അത് എപ്പോഴും ആ പോക്കറ്റിൽ കാണണം, ഡിലേ ആയിട്ടിരിക്കും. ലോകത്ത് ഇതാരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയൊക്കെ പലരും പല കാര്യങ്ങളും ഡിലേ ആക്കിയിട്ടുണ്ട്, പല കാര്യങ്ങളും നേടിയവരുമുണ്ട്. പറയാൻ മനസ്സിലായോ? ഇനി ഇപ്പോൾ ഒരു വിവാഹാദി കാര്യങ്ങൾ ഒക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നു. അവര് ചെറിയൊരിതാണ് ഈ വിവാഹം, അല്ലെങ്കിൽ വീട്ടിലെ പുതിയ വീട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് എപ്പോഴും പുതിയ പൈസ ഉള്ള പോലെ മതി, പുതിയ സാധനങ്ങൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെക്കണം. ഇപ്പം പുതിയ ഷർട്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുക, അല്ലെങ്കിൽ കസേര, അല്ലെങ്കിൽ ബെഡ്, ഇതൊക്കെ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഉപഭോഗം, നമ്മുടെ ഭോഗവസ്തുക്കൾ, ശുക്രകർമ്മ ആക്റ്റീവ് ആവും. അപ്പോഴത്തേനും നമുക്ക് പുതിയ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പം നമ്മൾ ഏത് ഈ സമ്പന്നരായിട്ടുള്ള ഇപ്പോൾ സിനിമ, സീരിയൽ നടി ഒക്കെ ആയിക്കോട്ടെ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അവരെപ്പോഴും പുതിയ ഡ്രസ്സുകൾ വാങ്ങും, ശുക്രകർമ്മ ആക്റ്റീവ് ആവും. അപ്പോൾ ആ ശുക്രനുമായി ബന്ധപ്പെട്ട വിവാഹം, വീട്, അല്ലെ സുഖഭോഗങ്ങൾ, ഇതൊക്കെ നമ്മളിലേക്ക് വരും. ഇങ്ങനെ ചില കർമ്മരഹസ്യങ്ങളുണ്ട്. ഞാനിത് പറഞ്ഞു തന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചാൽ, ചിലർക്ക് ആർക്കെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിൽ ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചാൽ, ഇത് ലോകത്തിൽ ആരും പറഞ്ഞു തരത്തില്ല, പറഞ്ഞുതരാൻ പറ്റത്തില്ല. അത്ര തന്നെ നമ്മൾ ആ ശിവവിദ്യ ചെയ്യുന്ന ആളാണ്. ചെറുപ്പത്തിലെ ക്രിയാകുണ്ടലി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഇപ്പോൾ ശിവരാജയോഗം ചെയ്യുന്നു, ആ ഭഗവാനെ നനച്ചിരിക്കുന്നതാണ്. അപ്പം ഞാനീ പറഞ്ഞ ആർക്കെങ്കിലും ഏതെങ്കിലും രീതി ഉപകാരപ്പെടുന്നെങ്കിൽ, നല്ല കാര്യത്തിന് വേണ്ടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാൽ പറഞ്ഞു തരുന്നത്. ഇതെല്ലാം നല്ല കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ,
അല്ലെങ്കിൽ അതിന് തിരിച്ചടികളും ഉണ്ടാവും. എല്ലാം ശിവവിദ്യകളാണ്. നന്മയുള്ള നമുക്കൊരു ന്യായമായ സത്യസന്ധമായ നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ചില രഹസ്യങ്ങളുണ്ട്, കർമ്മരഹസ്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ പല അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഇനിയും നിങ്ങൾക്ക് ഇപ്പം ഈ ബുധൻ എന്ന് പറഞ്ഞ ഗ്രഹം ആശയത്തിൻ്റെ, കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്. ഈ ബുധസ്വാധീനം കൂടുതലുള്ള അധ്യാപകർ, ടീച്ചിങ്, ബാങ്ക് ജീവനക്കാർ, സയൻറ്റിസ്റ്റ്, അതുപോലെ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. അതായത് ബുദ്ധി ഉപയോഗിച്ച് ജീവിതത്തിൽ വളരുന്നവരൊക്കെ ബുധൻ്റെ സ്വാധീനം ഇല്ലാതെ പറ്റത്തില്ല. അവിടെ ഈ ബുധസ്വാധീനം നല്ല രീതിയിൽ നമുക്ക് കൂടുതൽ വർക്കൗട്ട് ആകാൻ വേണ്ടി ഒരു രഹസ്യവിദ്യയുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഇടയ്ക്കെങ്കിലും സ്പീഡിൽ സംസാരിക്കണം. ബുധൻ ആക്റ്റീവ് ആകും. ബുധൻ്റെ പോസിറ്റീവ് കർമ്മ ആക്റ്റീവ് ആകും. നിങ്ങൾ ചില വ്യക്തികളെ ശ്രദ്ധിച്ചോ, സ്പീഡിൽ സംസാരിക്കുന്ന, സ്പീഡിൽ നടക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർക്ക് ബുധൻ പെട്ടെന്ന് ആക്റ്റീവ് ആകും. ബുധൻ വേഗതയുടെ ഗ്രഹമാണ്. അപ്പോൾ സ്പീഡിൽ ഇടയ്ക്കെങ്കിലും ഞാനിതൊക്കെ പലതും ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ചില സമയങ്ങളിൽ വളരെ സ്പീഡിൽ സംസാരിക്കും, ഹസ്തരേഖയും ഗ്രഹനിലയൊക്കെ വിശകലനം ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് ആ ബുധൻ ആക്റ്റീവ് ആകും. ബുധൻ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് ചില ജ്ഞാനങ്ങൾ കിട്ടും. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ അത് ആളുകൾക്ക് പ്രയോജനം ചെയ്യും. അപ്പം ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ബുധൻ പഠിക്കുന്ന കുട്ടികൾക്ക് ബുധൻ ആവശ്യമാണ്. നല്ലൊരു ജോലി, ഉയർച്ച, കമ്മ്യൂണിക്കേഷൻ, ബുദ്ധി, പിന്നെ ബാങ്ക്, വക്കീലന്മാർ, അധ്യാപകർ, രാഷ്ട്രീയക്കാർ, ഏത് മേഖല പ്രവർത്തിക്കുന്നതും ബുധൻ നല്ല രീതിയിൽ ആക്റ്റീവായാൽ ജീവിതത്തിൽ വലിയ മാറ്റം വരും. അപ്പോൾ ഇങ്ങനെ ഒന്നും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എപ്പോഴും വേണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് സ്പീഡിൽ നടക്കുക, സ്പീഡിൽ സംസാരിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബുധൻ എന്ന് പറഞ്ഞ ഗ്രഹം നമുക്ക് അനുകൂലമായിട്ട് വരും. ചെയ്തു നോക്കിക്കൂ. ശരിയായിട്ട് ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഭഗവാന്റെ പാദങ്ങൾ കിട്ടും. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. കാരണം ഞാനൊരു ശിവയോഗിയാണ്. ഞാൻ ഇന്നേ വരെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ എന്നെ കാണാൻ പോ, അല്ലെ എൻ്റെ പുറകെ നടക്ക്, ഗുരുവും ശിഷ്യനും കളിക്കുക, ഈ പരിപാടി ഒന്നും എനിക്കില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട നല്ല കാര്യങ്ങളാണ്. അല്ലാത്തവർ വഴിക്ക് പോട്ടെ. അല്ലാതെ എൻ്റെ പുറകെ വാ, എൻ്റെ ശിഷ്യന്മാരാകെ, അല്ലെ എൻ്റെ അടുത്ത് എപ്പോഴും ജ്യോതിഷം നോക്കാൻ പറ്റും, ഇതൊന്നും ഞാൻ ആരോടും പറയാറില്ല. അവനവനാവശ്യമുള്ള വീഡിയോ പറയും, അത് അവനവനാവശ്യമുള്ളത് ചെയ്യുക. നല്ല കാര്യങ്ങൾ മാത്രമാണ്. ഏത് ലളിതമായ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, നല്ലത് ചെയ്യുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. നിന്റെ സമയം നിന്റെ കുടുംബത്തിനും നിന്റെ തൊഴിലിനും വേണ്ടി ചെലവാക്കുക. എൻ്റെ പുറകെ നടക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞാൽ എനിക്ക് എത്രയോ പേര് ശിഷ്യന്മാരായിട്ട് കിട്ടുമെന്നറിയോ? ക്രിയായോഗ, ശിവവിദ്യ, പ്രാണായാമം, ശരനൂൽ രഹസ്യം, എത്ര വിദ്യകളാണ് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എത്ര വിദ്യകൾ എനിക്ക് അറിയാനില്ല. എത്രയും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ കോമൺ സെൻസ്. പക്ഷെ എനിക്കതൊന്നും, ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. എനിക്ക് അറിവിൻ്റെ ഭാരമില്ല. ഞാൻ ശൂന്യത ധ്യാനിക്കുന്ന ആളാണ്. എനിക്ക് പിന്നെ ഗുരു ശിഷ്യനൊന്നും കളിക്കേണ്ട കാര്യമില്ല. സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയും, ആവശ്യമുള്ളവൻ ചെയ്യും. നല്ല കാര്യമാണ്, അല്ലാത്തൊരു പാട്ടിന് മാത്രമേ ഉള്ളൂ. നല്ല കാര്യങ്ങളാണ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയേണ്ട, സത്യസന്ധമായ കാര്യങ്ങൾ. ഇനിയും തിരുവാതിര, ചിത്തിര, തിരുവോണം ഈ നാളുകാർ തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് DNA അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ കർമ്മ ബേസാണ്. അത് സിദ്ധന്മാരുടെ ജ്യോതിഷമാണ്. സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ TV-യിലും വാർത്തയിലും ഒന്നും കാണുന്ന സിദ്ധന്മാരല്ല. ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്യുന്ന മഹായോഗികളുടെ ജ്യോതിഷമാണ്, സിദ്ധ ജ്യോതിഷമാണ്. ശിവസിദ്ധന്മാരുടെയൊക്കെ ജ്യോതിഷമാണ് DNA അസ്ട്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ജ്ഞാനം തരുന്ന അവരാണ്. അതിങ്ങനെ സിദ്ധാസ് കണക്ഷൻ ഉള്ളവനെ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ചുമ്മാ വായിച്ചും പഠിച്ചൊക്കെ പറഞ്ഞാൽ അതൊന്നും ഫലമാകത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തു നോക്കാം, ഫലമാകും. അതാ സിദ്ധാസ് കണക്ഷൻ ഉള്ളവനെ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് സിദ്ധ ജ്യോതിഷം. അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അല്ല നിങ്ങൾ വിചാരിക്കുക എന്തോ DNA അസ്ട്രോളജി, തമിഴ് സിദ്ധ ജ്യോതിഷം എന്നൊക്കെ. അപ്പം തിരുവാതിര, ചിത്തിര, തിരുവോണം ഈ 3 നാളുകാർ ശുക്രകർമ്മ വരുന്നവരാണ്. ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരാൻ വേണ്ടി ചെയ്യാവുന്ന ചില രഹസ്യ വിദ്യകൾ പറഞ്ഞുതരാം. ശുക്രകർമ്മ ആക്റ്റീവ് ആക്കണം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? പുതുവസ്ത്രങ്ങൾ ഒക്കെ ഇടയ്ക്ക് വാങ്ങുക, പുതിയ കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരിക. ഇടയ്ക്ക് സാമ്പത്തികം പോലെ മതി. കിണറിൻ്റെ പണി, കിണർ നല്ല രീതിയിൽ, വെള്ളം എന്ന് പറഞ്ഞാൽ ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഒരു ശുക്രൻ്റെ സ്വാധീനമുള്ളതാണ്. അപ്പം കിണർ നല്ല രീതിയിൽ പണിയുക.
വെള്ളം നല്ല ആയിരിക്കണം എപ്പോഴും. പിന്നെ ദേവാലയങ്ങളിൽ കിണർ വൃത്തിയാക്കാനോ കിണർ ശുദ്ധീകരിക്കാനോ കെട്ടിച്ചു കൊടുക്കാനോ ഒക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ ഏർപ്പാട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കിണറാണെങ്കിലും നല്ല രീതിയിൽ ഉപയോഗപ്രദമായിട്ട് നല്ല പണിയൊക്കെ ചെയ്താൽ നല്ല വെള്ളമായിരിക്കണം, ആ രീതി ഉപയോഗിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുനരുദ്ധാരണോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ ശുക്രകർമ്മ ആക്ടിവേറ്റ് ആവും. മനസ്സിലായില്ലേ? ഇപ്പം കാരണം നിങ്ങളുടെ കാര്യത്തിൽ വെള്ളമില്ല, അത് കുറച്ചുകൂടെ കുഴിച്ച് അതിന് റിങ്ങൊക്കെ ഇട്ട് ഭംഗിയാക്കി അത് ഉപയോഗപ്രദമാക്കുക, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കുക ഈ വെള്ളം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലും ശുക്രകർമ്മ ആക്ടിവേറ്റ് ആവും. കുടിവെള്ളമാണ്, അതിനൊരു സത്യമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില കർമാസ് ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ജീവിതം മാറും എന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്ന കാര്യം പുണർദം. ചോദ്യമല്ല, ക്ഷമിക്കുക, പറഞ്ഞപ്പോൾ മാറിപ്പോയി. പുണർദം പല കാര്യങ്ങൾ പറയുന്നതല്ലേ. ഒന്നുകൂടെ പറയാം. പുണർദം, അനിഴം, അവിട്ടം. പുണർദം, അനിഴം, അവിട്ടം കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. ഈ നാളുകാർക്ക് ഒന്നുകിൽ ഈ നാളുകാർ അച്ഛന്മാർക്ക് വീട്ടിലെ പിതാവിന് ഈ നാളെങ്കിൽ മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, മക്കൾക്കാണ് ഈ നാളെങ്കിൽ അച്ഛനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. പുണർദം, അനിഴം, അവിട്ടം. സന്താനങ്ങളിൽ നിന്നുള്ള ഒന്നുകിൽ പിതാവിനാണ് ഈ നാളെങ്കിൽ മക്കളിൽ നിന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. മക്കൾക്കാണെങ്കിൽ അച്ഛനുമായിട്ട് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് ശനിയാഴ്ച വൈകിട്ട്, ഇനി ഇതിനകത്ത് ഒരു നാളുമുണ്ട്, ഉത്തരം കേട്ടോ. പുണർദം, അവിട്ടം, അനിഴം, ഉത്രം, ഈ 4 നാളുകാരാണ്. അപ്പം ശനിയാഴ്ച, അപ്പം ഈ പുണർദം, അവിട്ടം, അനിഴം, ഈ 3 നാളുകാർ, ഈ പുണർദം അവിട്ടവും ശനികർമ്മയാണ്, അനിഴം സൂര്യകർമ്മയാണ് വരുന്നത്, ഉത്രം വരുന്നത് ബുധകർമ്മയും ശനികർമ്മയാണ്. ഇതിന് പൊതുവായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം, ശനിയാഴ്ച വൈകിട്ട് ശിവക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് ഭഗവാനോട് പറയുക. ഒരു കുഴപ്പമില്ല, കൂവളത്തിലെ അർച്ചനയും കൂടെ ചെയ്യുക. ഇത് ശനിയാഴ്ച വൈകിട്ട് ചെയ്യുക. പ്രദോഷ സന്ധ്യയ്ക്ക് ഭഗവാന് അല്പം നെയ്യ് കൊടുത്ത് ഭഗവാനോട് സങ്കടം പറയുക, ഒരു കൂവളത്തിൽ അർച്ചന ചെയ്യുക. ഇത് പ്രദോഷ സന്ധ്യയ്ക്ക് ചെയ്യുക. അതങ്ങനെ ആവർത്തിക്കുക. മറ്റേത് ശനിയാഴ്ച ആവർത്തിക്കുക. തിങ്കളാഴ്ച രാവിലെ ശിവന് ഒരു നെയ്വിളക്കും കൂവളത്തിൽ അർച്ചനയും പിൻവിളക്കൂടെ ചെയ്ത് ഭഗവാനോട് സങ്കടം പറയുക. ഇത് സാധിക്കുന്ന പോലെ തിങ്കളാഴ്ച ചെയ്യുക. ഏറ്റവും ഐക്യത്തിൽ അപ്പനും മക്കളും അല്ലെങ്കിൽ വീട്ടിൽ ആരും ആയിക്കോട്ടെ, ഏറ്റവും ഐക്യത്തിൽ പോകും, ഏറ്റവും നല്ലൊരു ജീവിതം ഉണ്ടായി വരും. ഇത് ഒക്കെ നല്ല കാര്യങ്ങളാണ്, ജീവിതത്തിൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനിയും നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇത് 27 നക്ഷത്രക്കാർക്കും ചെയ്യാം ഈ പറയുന്ന കാര്യവും. ആദ്യം പറഞ്ഞ കവറിന്റെ കാര്യം 27 നക്ഷത്രക്കാർക്ക് ചെയ്യാം. ഇനിയും പറയാൻ പോകുന്ന കാര്യം 27 നക്ഷത്രക്കാർക്കും ചെയ്യാം. നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ദേവിയുടെ നടയുടെ നേരെ നിന്നതാണ് അമ്മയോട് പറയുക, അമ്മേ ദേവി ആദിപരാശക്തി ദിവ്യമാതാവേ, എൻ്റെ മൂലാധാര ചക്രം അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണേ, മൂലാധാര ചക്രത്തിൽ അവിടുത്തെ വിശുദ്ധമായ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ മൂലാധാര ചക്രത്തിലെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, നല്ല ജീവിതം, നല്ല ജീവിത സാഹചര്യങ്ങൾ, എവരിതിങ് ഉണ്ടായി വരും. അതിസൂക്ഷ്മമായ രഹസ്യമായ വിദ്യ ആക്റ്റീവ് ആവും, പോസിറ്റീവായിട്ട് ആക്റ്റീവ് ആവും മൂലാധാര ചക്രം. ഈ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് കടം മാറും, ദുരിതം മാറും, സമ്പത്തുണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, ദുരിതം മാറും. ചെയ്തു നോക്കി. അത് വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാം, അത് ഏറ്റവും നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ പക്കനാളിനോ വെള്ളിയാഴ്ചയോ പ്രാർത്ഥിക്കാം. പെട്ടെന്ന് പക്കനാളിന് പ്രാർത്ഥിച്ചാലും, പക്കനാളിനും വെള്ളിയാഴ്ചകളും പ്രാർത്ഥിച്ചു. മാസത്തിൽ 4 വെള്ളിയാഴ്ച ഉണ്ടല്ലോ, ഈ വെള്ളിയാഴ്ചകളും പിന്നെ നിങ്ങളുടെ പക്കനാൾ ജന്മനക്ഷത്രം വരുന്ന ദിവസവും. ഈ ജന്മനക്ഷത്രം വരുന്ന ദിവസം ഇത് ചെയ്യുമ്പോൾ നമ്മുടെ നാളുമായിട്ടൊന്ന് കണക്ഷൻ ആവും. ഇന്ന് വെള്ളിയാഴ്ച ദേവിക്ക് പ്രിയപ്പെട്ട ദിവസമാണ്. ഈ 2 രീതിയിൽ നിങ്ങൾ ഇതൊന്ന് പ്രാർത്ഥിച്ചു. മൂലാധാര ചക്രത്തിൽ ദേവിയുടെ വിശുദ്ധമായ അനുഗ്രഹം ഉണ്ടാകണം, എൻ്റെ മൂലാധാര ചക്രത്തിൽ ദേവിയുടെ വിശുദ്ധമായ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക. കാരണം ഈ മൂലാധാര ചക്രം ഇംബാലൻസ് ആകുമ്പോഴാണ് അസൂയ, വെറുപ്പ്, വിഷമം, നിരാശ ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പരാജയം, തൊഴിൽ നല്ലതായിട്ട് ചെയ്യാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ പറ്റാത്ത സാഹചര്യം വരുമ്പോഴോ നമുക്ക് സാമ്പത്തിക തകർച്ച ഉണ്ടാകും, സ്വാഭാവികം.
ഈ മൂലാധാര ചക്രം നല്ല രീതിയിലാകുമ്പോഴാണ് സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, വിജയം, എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയൊക്കെ ഉണ്ടായി വരും. സൂക്ഷ്മമായ വിദ്യ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം, ഈ നമ്മളെപ്പോഴും ഈ ഒരു കാര്യം തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ കാര്യം നടക്കും എന്നുള്ളതാണ്. അപ്പോഴേ ചിലര് നമുക്ക് ഭയം വരുന്ന കാര്യം എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഭയം എന്തിനെ കുറിച്ചാണോ ഭയപ്പെടുന്നത് അത് നടക്കും. അതായത് നമുക്ക് ഭയം വരുന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ കാര്യം ഉറപ്പായിട്ടും നടക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്ത് നമ്മൾ ചിന്തിക്കുന്നോ കൂടുതലായിട്ട് ആ കാര്യം നമുക്ക് നടക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം നല്ല കാര്യം ചിന്തിക്കുന്നെങ്കിൽ നല്ലത് നടക്കും. ഭയം വരുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു അസുഖം എനിക്ക് വരുമോ എന്ന് ഇങ്ങനെ നടക്കുന്നവർ ചിലപ്പോൾ അത് വരും. അല്ലെങ്കിൽ എൻ്റെ വണ്ടി ഇടിക്കുമോ എന്ന് പറഞ്ഞ് എപ്പോഴും ഓടിച്ചാൽ എപ്പോഴെങ്കിലും ഇടിക്കും. നമ്മൾ ഭയം വരുന്ന കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ കൂടുതൽ ചിന്തിക്കുന്ന കാര്യം എന്താണെങ്കിലും നടക്കും. അപ്പോൾ കൂടുതൽ ചിന്തിക്കുന്നതോറും നമുക്ക് ഭയം കൂടും. അപ്പോൾ ആ കാര്യം നടക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക. അതായത് നിങ്ങൾക്ക് അസുഖം വരുന്നത്, നിങ്ങൾ നശിക്കുന്നത്, നിങ്ങളുടെ വീട് ഇല്ലാതാകുന്നത്, വണ്ടി ഇടിക്കുന്നത്, ഇങ്ങനെ ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ എല്ലാം മനസ്സിൽ നിന്ന് എൻ്റെ ജീവിതം നശിക്കുമോ, എൻ്റെ എല്ലാം നശിക്കുമോ, ചുമ്മാ ഇരുന്ന് ചില ചിന്തിക്കാറുണ്ട്. ഒരു കുഴപ്പമില്ല എങ്കിൽ പോലും നശിക്കുമോ എല്ലാം ഇല്ലാതാകുമോ എന്നുള്ള ഭയങ്ങൾ ചിലർക്ക് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും അപകടമാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഈശ്വരൻ എനിക്ക് നല്ലത് മാത്രമേ വരുത്തത്തുള്ളൂ, ഈശ്വരന് നന്ദി. ഇങ്ങനെ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ നടക്കും. നിങ്ങൾ ചെയ്തു നോക്കിയോ, സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും മാറ്റേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, അതായത് നമ്മൾ ഒരു കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ കാര്യം പകുതി സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു വിദ്യ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ നമ്മുടെ ഒരു കാര്യം എഴുതി വെച്ചാൽ തന്നെ ആ കാര്യം പകുതി സംഭവിച്ച പോലെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് വർക്കാവും. മനസ്സിലായോ? എന്തെങ്കിലും കാര്യം നടക്കാനുണ്ടെങ്കിൽ എഴുതി വെക്കുക, എന്നിട്ടത് അടച്ചു വെക്കണം. എന്നിട്ട് അത് എഴുതി വെക്കുന്നത് നല്ലതാണ്. ദിവസവും എഴുന്നിട്ട് ആ കാര്യം എടുത്ത് വായിച്ചു നോക്കണം, പിന്നെ അടച്ചു വെക്കണം. അതേക്കുറിച്ച് ആരോടും സംസാരിക്കരുത്. അപ്പോൾ മറ്റൊരു രഹസ്യം മനസ്സിലായല്ലോ. മൂന്നാമത്തെ കാര്യം, നമുക്ക് എപ്പോഴും ടെൻഷനാണ്. നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ? ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ചില കാര്യങ്ങളിൽ ടെൻഷൻ വരും. നമ്മൾ കുറച്ചു നേരം ചുമ്മാ കയറി കിടന്ന് ഉറങ്ങുക, ഒന്നും ചിന്തിക്കാതെ. അല്ലെങ്കിൽ നല്ലൊരു എവിടെയെങ്കിലും ഒന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോവുക, അല്ലെങ്കിൽ ആ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. ടെൻഷൻ പമ്പ കിടക്കും. നമ്മൾ മനസ്സിനെ വേറെ എന്തിലെങ്കിലും മാറ്റുക. പരീക്ഷിച്ച് നോക്കിക്കൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണ്ടേ, നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൂ. കറക്റ്റ് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, പ്രയോജനമുള്ള കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാനൊരിക്കൽ കോട്ടയത്ത് ജോലി ചെയ്യുമ്പോൾ ചങ്ങനാശ്ശേരി അന്ന് വേണാട് രാവിലെ 6:30 വരുക. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പം ഞാൻ ചങ്ങനാശ്ശേരി പട്ടത്തിമുക്കിൻ്റെ അവിടെ ബസ് ഇറങ്ങിയിട്ട് ഒരൊറ്റ ഓട്ടമാണ് ഓടി ചിലപ്പം വേണാട് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കിടക്കുമായിരിക്കും. അപ്പം നമ്മൾ ബാഗും ഒക്കെ ഇട്ടുകൊണ്ട് ഓടി വന്ന് കയറി. ഒരു പ്രാവശ്യം ഇങ്ങനെ വേണാട് കയറി കഴിഞ്ഞപ്പം എൻ്റെ ഇയർ ബാലൻസ് അങ്ങ് പോയി, എനിക്ക് തല ഇറങ്ങി. ഞാൻ വേണാടെ വന്ന് അപ്പം വണ്ടി മൂവായി. വണ്ടി മൂവായപ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, ഇതേ കയറുക എന്നുള്ളത്. ആവേശം. അപ്പം ബുദ്ധി വർക്ക് ചെയ്യത്തില്ലല്ലോ. അല്ല, ഈ വണ്ടി പോയാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് അടുത്ത വണ്ടിക്ക് പോയാലും മതി. പക്ഷെ നമുക്ക് ആവേശം വരുമ്പോൾ ബുദ്ധി വർക്ക് ചെയ്യത്തില്ല. ഓടി വന്ന് എനിക്ക് ഇത് കയറണം എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. അപ്പം വണ്ടി മൂവായിട്ട് ഞാൻ ആ കമ്പിയെ പിടിച്ച് കയറി. വണ്ടി മൂവാകുമ്പോഴാണ് കയറുന്നത്. എനിക്ക് തല ഇറങ്ങി, ഞാൻ പുറകോട്ട് മറിഞ്ഞു. എൻ്റെ ഗുരുത്വത്തിന്, ആ ഈശ്വരാധീനം കൊണ്ട് ആരോ എന്നെ കയറി പിടിച്ചു. അല്ല, ഞാൻ വീണ് അപ്പം തന്നെ മരിച്ചത്. ഇത് ദൈവം. അതുകൊണ്ടാണ് ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നത്. അങ്ങനെ ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്, അനുഭവങ്ങളിൽ നിന്നാണ്. അപ്പം എന്നെ കയറി അപ്പം അയാൾ പിടിച്ച് ആ കൈ പിടിച്ച് കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ ഒരു മൈക്രോ സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പുറകോട്ട് മറിഞ്ഞ് ആ സെക്കൻഡ് അയാൾക്ക് അടുത്ത് നാക്കി പിടിക്കാൻ പറ്റിയില്ല, പോയില്ലേ? അല്ലെ പിടിച്ചാലും വഴുതി താഴോട്ട് പോയാൽ പോയില്ലേ? ഇതിനൊക്കെ എന്നാ സമയം വേണം? ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധ്യതയുണ്ട്.
രക്ഷപ്പെടാനും മരിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും അയാൾ എൻ്റെ കയ്യെ പിടുത്തം പിടിച്ചു എന്നെ വലിച്ചകത്തിട്ടു. ഞാനപ്പം ട്രെയിനിൻ്റെ ടോയ്ലറ്റിൽ കയറി ഇരുന്നു. കാരണം എനിക്ക് തല കറങ്ങുന്നു, ലോകം ചുറ്റും കറങ്ങുമോ, എനിക്ക് ബോധം കിട്ടുന്നില്ല. ഞാനിവിടെ പറഞ്ഞത് തന്നെ എന്തിനാണെന്നറിയോ, നമുക്ക് ആവേശം വരുമ്പോൾ ചെയ്യുന്നതൊക്കെ അബദ്ധമായിരിക്കും. ടെൻഷൻ വരുമ്പോൾ, ആവേശം വരുമ്പോൾ എടുത്തു ചാടി ചെയ്യുന്നതെല്ലാം കൂടുതൽ ആവേശത്തിൽ ചെയ്യുന്നതൊക്കെ അബദ്ധമാകാൻ സാധ്യത കൂടുതലാണ്. ഇപ്പം ആ വണ്ടി പോയാലും എനിക്കൊരു കുഴപ്പമില്ല, അടുത്ത വണ്ടിക്ക് പോയാൽ മതി. പക്ഷെ ചിന്തിക്കുന്നില്ല, കാരണം ആവേശമാണ്. ഓടി വരുമ്പോൾ എങ്ങനെ ഇതേ കയറണം ആ ചിന്തയേ ഉള്ളൂ, ബുദ്ധി വർക്കാവുന്നില്ല. ഇതുപോലെ നമ്മൾക്ക് എപ്പോൾ ടെൻഷൻ വന്നാലും, ദേഷ്യം വന്നാലും, ആവേശം വന്നാലും അല്പനേരം ശാന്തമായിട്ട് ഇരിക്കുക. അപ്പം ബുദ്ധി പ്രവർത്തിക്കും. എന്നിട്ട് ആക്ട് ചെയ്യാവുള്ളൂ, പെട്ടെന്ന് ആക്ട് ചെയ്യരുത്. അബദ്ധങ്ങൾ പറ്റും ജീവിതത്തിൽ. അതല്ലേ ദേഷ്യം വരുമ്പോൾ ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് പറയാൻ ഒക്കത്തില്ല. അത് കഴിയുമ്പോൾ അവർ 100 പ്രാവശ്യം പശ്ചാത്തപിക്കും, അയ്യോ അത് ചെയ്യണ്ടായിരുന്നല്ലോ. കാരണം നമുക്ക് ദേഷ്യം വരുമ്പോഴും, വികാരങ്ങൾ വരുമ്പോഴും, ദേഷ്യമൊക്കെ വരുമ്പോഴും, ആവേശം വരുമ്പോഴും ഒക്കെ ബുദ്ധി വർക്ക് ചെയ്യത്തില്ല. ഇമോഷൻസ് വരുമ്പോൾ ബുദ്ധി വർക്ക് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ആ സമയങ്ങളിലെല്ലാം അല്പം മൗനം പാലിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടെൻഷനിൽ ഇരിക്കുമ്പോൾ അമിത സന്തോഷം, അമിത വിഷമം, ആവേശം, ടെൻഷൻ, ഈ സമയങ്ങളിൽ ഒരു തീരുമാനമെടുക്കരുത്, ആക്ട് ചെയ്യരുത്. അല്പനേരം മൗനത്തിൽ ഇരുന്ന് നമ്മളൊരു സാധാരണ ഒരു നോർമൽ മാനസികാവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രം പ്രവർത്തിക്കാവുള്ളൂ, അല്ലെ അബദ്ധങ്ങളാവും. നമ്മളിപ്പോൾ ദേഷ്യം വന്നു, ചിലർ പറയും, പിള്ളേരോട് പറയും ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന്, പറഞ്ഞു കഴിഞ്ഞ് വിചാരിക്കും പറയണ്ടായിരുന്നു. അല്ലെ പിള്ളേർ അച്ഛനോട് ചിലപ്പം അങ്ങനെ ദേഷ്യമായിട്ട് പറയുന്നു, അല്ലെ എന്തെങ്കിലും. ഇതൊക്കെ ഒരു ദേഷ്യത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മളെപ്പോഴും ജീവിതത്തിൽ മൗനത്തിലിരിക്കാൻ പഠിക്കുക. പല സന്ദർഭങ്ങളിലും ബുദ്ധി വർക്ക് ചെയ്യും. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ട്രെയിനെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ട്രെയിനൊക്കെ പോകുന്ന കാണുമ്പം അവർ വരുമ്പോൾ ചിലപ്പോൾ ട്രെയിൻ മൂവ് ആകും, കയറണ്ടെന്നേ, അടുത്ത ട്രെയിന് കയറിയാൽ മതി. മൗനത്തിൽ ഇരിക്കുമ്പോൾ ആ ബുദ്ധി കിട്ടും. ഈ ഓടി വന്ന് ആവേശത്തിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യാത്തത്. അതുകൊണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ശരിയെന്ന് തോന്നിയ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.